ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന ആക്രമണങ്ങളിൽ ഇപ്പോഴും ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന വാദം നിരന്തരം ആവർത്തിക്കുകയാണ്. എന്നാൽ കൃത്യമായ കണക്കുകളടക്കം പാകിസ്ഥാൻ അവർക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഗദ്വാർ മുതൽ തന്നെ പാസ്താനി വരെയുള്ള പാകിസ്ഥാൻ ഇറാൻ അതിർത്തി വരെയും ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂചിസ്ഥാനിൽ ഉടനീളം തന്നെ നിരവധി ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വലിയ രീതിയിൽ തങ്ങൾ പരാജയം തുറന്നു സമ്മതിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു പാക് പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് രംഗത്ത് വന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ മേൽ പഴി ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളടക്കം നടത്തി വരികയാണ്. ഇതൊന്നും വകവയ്ക്കാതെ തന്നെ ഇപ്പോൾ പാക് ജനതയാകട്ടെ കൂടുതലായി തന്നെ വെട്ടിലായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ എടുത്തു പറയേണ്ട കാര്യം. പാക് ഭരണകൂടം ആക്രമണം നടത്തുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേലെയാണ് എന്നതും അവരെ അടിച്ചമർത്താനുള്ള കൂടുതലായ ശ്രമങ്ങൾ നടത്തി വരുന്നതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. നിരവധി സാധാരണക്കാരായ ജനങ്ങളെ ഇതുമായി വലിയ രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ കൂടുതലായി തന്നെ ജാഗ്രത പാലിക്കണം എന്നതാണ് ഇപ്പോൾ വൃത്തങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ക്വറ്റയിലും BLA ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ 17 പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും 31 സാധാരണക്കാരും 133 BLA വിമതരും കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബലൂചിസ്ഥാനിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും സുരക്ഷാ സേനയുടെയും പരാജയങ്ങളാണ് ഈ ആക്രമണങ്ങൾ തുറന്നു കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് ബലൂചിസ്ഥാനെ സംരക്ഷിക്കാൻ പൂർണ്ണമായും കഴിവില്ല എന്നതും ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ട് ഖ്വാജ ആസിഫ് പാർലമെന്റിൽ തുറന്നു സമ്മതിച്ചിരുന്നു. ബലൂചിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇതിനൊരു ഒഴിവ് കഴിവായിട്ട് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇല്ലാത്ത ആയുധങ്ങളാകട്ടെ ബലൂച്ച് കലാപകാരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതായിരുന്നു ഇവരുടെ വാദമായി ഉന്നയിച്ചത്. ഓരോ ബലൂച്ച് കലാപകാരികൾക്കും $20,000 വില വരുന്ന സൈനിക ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ഇവിടെ നിയമസഭാ അംഗങ്ങളായി തന്നെ വ്യക്തമാക്കിയത്. ഈ ബലൂച്ച് കലാപകാരികൾക്ക് ഇന്ത്യയിൽ നിന്ന് സഹായം ലഭിക്കുന്നുണ്ട് എന്നും പാകിസ്ഥാൻ വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പുറമെ തന്നെ പാകിസ്ഥാൻ ആകട്ടെ, അതായത് പാകിസ്ഥാൻ BLA വലിയ രീതിയിൽ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്വാധീനത്തിലും പ്രേരണയിലും തന്നെ BLA ഖുറാന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുന്നു അറബിയിൽ ഈ പദത്തിന്റെ അർത്ഥമായി തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫിത്ന ഇസ്ലാമിൽ ഒരു പദമായി തന്നെ അതിന്റെ കാരണമായി പറയുന്നത് നീതിമാനായ ഒരു ഭരണാധികാരിക്കെതിരെ കലാപ മതം അനുവദിക്കുന്നില്ല എന്നതാണ്. പാകിസ്ഥാന്റെ ആർമി ചീഫ് ഫീൽഡ് മാർഷലായ അസീം മുനീർ പാകിസ്ഥാനിലെ കലാപകാരികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയും അവർക്കെതിരെ മതപരമായ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ കളികൾ നടത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.